ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേണ്ടിയിട്ടുള്ള ഇക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. കഴിഞ്ഞ ഒരു ക്ലാസ് നമ്മൾ ഇക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബേസിക് ആയിട്ടുള്ള ഇക്കണോമിക്സിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് ഇക്കണോമിക്സ് എന്താണ്, ഇക്കണോമിക്സിൻ്റെ ബ്രാഞ്ചസ് എന്താണ്, ഡെഫിനീഷൻസ് എന്താണ്, എത്ര ടൈപ്പ് ഡെഫിനീഷൻസ് ഉണ്ട്, എന്താണ് ഇക്കണോമിക്സിന്റെ സബ്ജക്ട് മാറ്റർ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കോണമിയിലെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് സ്കേഴ്സിറ്റി ആണ്. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. എന്നാൽ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിറവേറ്റാനുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇക്കോണമി ഡിസൈഡ് ചെയ്യണം ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് നെസസറി ആയിട്ടുള്ളത് എന്ന് ഡിസൈഡ് ചെയ്തിട്ട് വേണം പ്രൊഡക്ഷൻ നടത്താൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് പരിചയപ്പെടാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വാല്യൂ ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് അവൈലബിൾ ഓൾട്ടർനേറ്റീവ്, ഓർ ഇൻ അതർ വേർഡ്സ് ദ കോസ്റ്റ് ഓഫ് ഫോർഗോൺ ഓൾട്ടർനേറ്റീവ് ഈസ് കോൾഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിൻ്റെ കോസ്റ്റ് ആണ്. അല്ലെങ്കിൽ വേറൊരു വാക്യത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡീഷണൽ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടാന്ന് വെക്കുമ്പോൾ ആ വേണ്ടാന്ന് വെക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടി ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് ഒരു കൺസ്യൂമറിന് ക്യാമറയും ബുക്കും വാങ്ങണം. എന്നാൽ അദ്ദേഹം ബുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ക്യാമറ വാങ്ങുകയാണ്. അങ്ങനെ ആവുമ്പോൾ ആ ക്യാമറ വാങ്ങാൻ വേണ്ടി അദ്ദേഹം ബുക്ക് എന്നൊരു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു സാധനം നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് നോക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് ഒരു കോൺകേവ് കർവാണ്. അപ്പോൾ ഈ കർവ് എന്തിനെയാണ് കാണിക്കുന്നത്? ഇക്കോണമിക്ക് എല്ലാ സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് ഏതൊക്കെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ഒരു ചോയ്സ് ഉണ്ടാക്കിയിട്ട് ആ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് വേണം പ്രൊഡക്ഷൻ നടത്താൻ. അപ്പോൾ ഇതിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. The production possibility curve is the locus of all combination of two goods that can be produced with given resources. അതായത് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് അതിലുള്ള ഓരോ പോയിന്റ്സും ഇക്കോണമിയിലുള്ള റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷൻസ് കാണിക്കുന്നതാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് കോൺകേവ് കർവാണ്. അപ്പോൾ ഈ കർവിലുള്ള ഓരോ പോയിന്റ്സും കാണിക്കുന്നത് എന്താണ്? ഇക്കോണമിയിലെ എല്ലാ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ, അതായത് ഇതിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് ഗുഡ്സ് ആണ് മെയിനായിട്ട്. രണ്ട് ആക്സിസ് അല്ലേ ഉള്ളൂ, ഒന്ന് വെർട്ടിക്കൽ ആക്സിസും രണ്ടാമത്തത് ഹൊറിസോണ്ടൽ ആക്സിസും. ഈ രണ്ട് ആക്സിസിലും രണ്ട് പ്രൊഡക്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്ട്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഇവിടെ ഇക്കോണമിയിലുള്ള റിസോഴ്സസ്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ഗുഡ് വൈയും അതേപോലെ തന്നെ ഗുഡ് എക്സും എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഡിഫറെൻറ്റ് പോയിന്റ്സ് ആണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അതാണ് ഒപ്റ്റിമം പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് അതിന് എക്സാമ്പിളാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് എയും പോയിന്റ് ബിയും. അത് രണ്ടും എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. കാരണം ഇക്കോണമിയിലെ റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് രണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ഗുഡ് എക്സും അതേപോലെ തന്നെ വൈയും. ഇതിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുന്നത്ര എക്സും വൈ ആയിരിക്കില്ല ബി എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുന്നത്. അപ്പൊ എക്സ് വൈ കമ്മോഡിറ്റീസിന്റെ ക്വാണ്ടിറ്റീസിൽ വ്യത്യാസം ഉണ്ടാവും ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഡിഫറെന്റ് പോയിന്റ്സിൽ. എന്നാൽ ഈ രണ്ട് പോയിന്റ്സും ഒപ്റ്റിമം പോയിന്റ്സ് ആണ്. റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അതുപോലെ തന്നെ എയും ബിയും അല്ലാതെ ഈ കർവിനുള്ളിൽ പെടുന്ന ഏത് പോയിന്റ്സ് വേണമെങ്കിലും ഒരു കൺസ്യൂമറിന് ചൂസ് ചെയ്യാം. അതിൽ ഈ ഗുഡ് വൈയും എക്സിന്റെ ക്വാണ്ടിറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നു മാത്രം. അപ്പോൾ കൺസ്യൂമറിന് എക്സ് കൂടുതൽ വേണോ വൈ കൂടുതൽ വേണോ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഈ കർവിലുള്ള ഏത് പോയിന്റും എഫിഷ്യൻറ്റ് പോയിന്റ് ആയിരിക്കും. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ഇക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന പോയിന്റ്സിനെയാണ് ഈ കർവിൽ കാണിക്കുക. എന്നാൽ ഈ കർവിന് പുറത്തായിട്ട് ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡി എന്ന് പറഞ്ഞ പോയിന്റ്.
ഡി എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് അച്ചീവബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇനിയും കുറേ റിസോഴ്സസ് ഇക്കോണമിക്ക് വേണം. പക്ഷെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇമ്പോസിബിൾ പോയിന്റ് ആണ് ഇക്കോണമിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ സി എന്നൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ കർവിനുള്ളിലാണ്. ഇതെന്ന് പറയുന്നത് ഇൻഎഫിഷ്യന്റ് പോയിന്റ് ആണ്. ഇക്കോണമിയിലുള്ള റിസോഴ്സസ് പോലും യൂട്ടിലൈസ് ചെയ്യാണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ് ഇത്. അതുകൊണ്ട് ഇൻഎഫിഷ്യന്റ് പോയിന്റ് ആണ്. കാരണം ഉള്ള റിസോഴ്സസ് എങ്കിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുപോലും ചെയ്യാൻ പറ്റാത്ത പോയിന്റ് ആണ് ഇത്. അത് ഇൻഎഫിഷ്യന്റ് പോയിന്റ് ആണ്. അപ്പോൾ എഫിഷ്യന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ കർവിലുള്ള പോയിന്റ്സ് ആണ് എഫിഷ്യന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഡെഫിനിഷൻ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. ലോക്കസ് ഓഫ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഗിവൺ റിസോഴ്സസ്. ഇക്കോണമിയുടെ കയ്യിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, രണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഈ കർവിൽ കാണിക്കുക. ഇൻ അതർ വേർഡ്സ്, production possibility is the locus of all the points representing different combinations of two goods which can be produced with making optimum utilization of available resources at a given state of technology. അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് ഇക്കോണമിയിലുള്ള അവൈലബിൾ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് രണ്ട് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കാണിക്കുന്ന ഒരു കർവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ആ കർവിനുള്ളിലുള്ള ഏത് പോയിന്റ്സും ഇക്കോണമിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ കൺസ്യൂമറിന്റെ പ്രിഫറൻസ് അനുസരിച്ച് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റാവുന്ന പോയിന്റ്സ് ആണ്. ആ കർവിന് പുറത്തേക്കുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് അച്ചീവബിൾ അല്ല. കാരണം അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സസ് ഇക്കോണമിയിലില്ല. അതുപോലെ തന്നെ കർവിനകത്ത് വരുന്ന പോയിന്റ്സ്, ഉള്ളിലായിട്ട് വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് ഇക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് പോലും യൂട്ടിലൈസ് ചെയ്യാണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്. അത് ഇൻഎഫിഷ്യന്റ് പോയിന്റ്സുമാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആണുള്ളത്. സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പാണ്. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേർഡ് ആയിട്ടാണ് സ്ലോപ്പ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ലോപ്പ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരികയാണ്. അടുത്തൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു നെഗറ്റീവ് സ്ലോപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് ഇരിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു യൂണിറ്റ് എക്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റ് വൈ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒരു യൂണിറ്റ് വൈ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റ് എക്സ് നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വേറൊരു സാധനത്തെ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നതെന്ന് പറയില്ല. ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാരണമാണ് നെഗറ്റീവ് സ്ലോപ്പ് ഉണ്ടാവുന്നത് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് കോൺകേവ് ടു ദി ഒറിജിൻ ആണ്. അതെന്തുകൊണ്ടാണ്? ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അതായത് ഈ കർവിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനാണ് സ്ലോപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വി നീഡ് ടു സാക്രിഫൈസ് ഇൻ ഓർഡർ ടു ഗെറ്റ് വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് അനദർ ഗുഡ്. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ഗുഡ് എക്സ് കിട്ടാൻ വേണ്ടി ഒരു യൂണിറ്റ് ഓഫ് വൈ നമ്മൾ വേണ്ടാന്ന് നോക്കിയാണ്. അപ്പോൾ അതിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കർവിൽ നോക്കുവാണെങ്കിൽ കൂടുതൽ യൂണിറ്റ് വൈ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യൂണിറ്റ് എക്സ് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ യൂണിറ്റ് എക്സ് കിട്ടണമെങ്കിൽ കുറച്ച് യൂണിറ്റ് വൈ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ വൈ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ എക്സ് നമ്മൾ വേണ്ടാന്ന് വയ്ക്കണം കുറച്ച് യൂണിറ്റ്. അതുപോലെ തന്നെ എക്സ് കൂടുതൽ കിട്ടണമെങ്കിൽ വൈ കുറച്ച് യൂണിറ്റ് നമ്മൾ വേണ്ടാന്ന് വയ്ക്കണം. ഇങ്ങനെ നമ്മൾ കർവിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടി വരികയാണ്. നമ്മൾ ഓരോ അഡീഷണൽ യൂണിറ്റ് വൈ കിട്ടാൻ വേണ്ടി ഓരോ അഡീഷണൽ യൂണിറ്റ് എക്സ് വേണ്ടാന്ന് നോക്കിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് ഒരു നെഗറ്റീവ് സ്ലോപ്പാണ് വരിക, ഡൗൺവേർഡ് സ്ലോപ്പാണ് വരിക. അത് കോൺകേവ് ടു ദി ഒറിജിൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കർവിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് കൂടി വരികയാണ്. ഒരു അഡീഷണൽ യൂണിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു അഡീഷണൽ യൂണിറ്റ് ഒരു ക്വാണ്ടിറ്റി നമ്മൾ വേണ്ടാന്ന് വയ്ക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കോൺകേവ് ടു ദി ഒറിജിൻ കർവായി മാറിയിരിക്കുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഇനി നമ്മൾ സിലബസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഓരോരോ ടോപ്പിക്സായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
അതാണ് മെയിനായിട്ട് സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇക്കണോമിക്സിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൈക്രോ ഇക്കണോമിക്സിലെ ടോപ്പിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് ഇതിൽ കൊടുത്തിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഡിമാൻഡ് അനാലിസിസ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഡിമാൻഡ് എന്താണ്, സപ്ലൈ എന്താണ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ്, ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അങ്ങനെ ഓരോരോ ടോപ്പിക്കായിട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കുറേ ടോപ്പിക്സ്, ഡിമാൻഡ് എന്ന് പറയുന്നത്, ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതൊരു വലിയ ക്ലാസ് ആയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അതെന്തായാലും ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. കാരണം ഡിമാൻഡ് അനാലിസിസ് നമുക്ക് നോക്കിയിട്ട് വേണം ഇതെടുക്കാൻ. അപ്പോൾ കുറച്ചും കൂടി കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ഡിമാൻഡ് അനാലിസിസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡിമാൻഡ് അനാലിസിസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും ഒക്കെ ഓൾറെഡി കവേർഡ് ആവും. പിന്നെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതും കവേർഡ് ആവും. ആ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇൻഡിഫറൻസ് കർവ് നോക്കാം. അപ്പോൾ അതിനൊരു കണ്ടിന്യൂവേഷൻ കിട്ടും. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. നമുക്ക് അടുത്തൊരു നല്ല ക്ലാസ്സിൽ കാണാം. താങ്ക്